ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ്റെ മീൻ ഇപ്പോൾ ഇവിടെ ചട്ടിയിലായിട്ടുണ്ട് കേട്ടോ. അവൻ കാണാതെയാണ് നമ്മൾ കട്ട് ചെയ്തതും ഇതൊക്കെ ചെയ്തതും. കട്ട് ചെയ്യാനൊന്നും സമ്മതിക്കണ്ടായിരുന്നില്ല. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ആദ്യ ഭാഗം. ഇനി ഇവിടെ എൻ്റെ അമ്മയും ചേച്ചിയും കൂടിയാണ് കേട്ടോ മീൻ കട്ട് ചെയ്യണത്. ഇതുപോലെ ഇതിൻ്റെ ചിറക് കളഞ്ഞിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മുറിച്ച് 2 ഭാഗം മുറിച്ചറിഞ്ഞ് തലയുടെ അവിടെ നിന്ന് താഴോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഊരി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്കെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും, പിന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിലാട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു ചട്ടിക്കല അടപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്കൊരു 2-3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവോളയാണ്, ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സവോള ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയാവും, കാരണം മൺകല ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച പേസ്റ്റില്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ ഈ ഒരു പരുവത്തിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ചാറ് എത്ര വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മീൻ പെട്ടെന്ന് വേവണം മീനായതുകൊണ്ട് തന്നെ ചാറൊന്ന് വറ്റിയിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.